അത് കൃപാസനത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അച്ഛനമ്മയുടെ അരികിലെത്തി അമ്മയെ ഒരു നോക്ക് നോക്കി ഈ നിയോഗങ്ങൾ മുഴുവനും കൊടുത്തു കഴിയുമ്പോൾ ഓരോരുത്തർക്കുമുള്ള സന്ദേശങ്ങളെ അച്ഛനത് പല വിധത്തിൽ കൈമാറിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ അത് സൈത്തഭൂഷി ബലപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനെ സന്ദേശം കൈമാറി കിട്ടുന്നു. ചിലപ്പോൾ ആ ക്രൂശുദുരൂപം കയ്യിലേക്ക് വെച്ചു കൊടുത്ത് ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നൽകേണ്ട സന്ദേശം കൈമാറി കിട്ടുന്നു. മകൾ വീടിൻ്റെ കാര്യം പറഞ്ഞാണ് അച്ഛനെ പ്രാർത്ഥിക്കുന്നത്, നിയോഗം എഴുതി കൊടുക്കുന്നത്. എന്നാൽ അച്ഛനെ കൈമാറി കിട്ടുന്ന സന്ദേശം ഭാഗോടമ്പടിയെപ്പറ്റി സംസാരിക്കുവാനാണ്. മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, 14 വർഷമായി വീടിനകത്തുള്ള ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ ഇത് നടക്കുന്നില്ല. അതിന് പുറത്ത് കലഹങ്ങളൊന്നും ഉണ്ടാകാതെ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അച്ഛനത് പറയുന്നുണ്ട്, ഭാഗോടമ്പടിയാണ് മാതാവ് കൈമാറുന്ന സന്ദേശം. എന്നാൽ ആ കൈമാറിയ ദിവസം മുതൽ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ കുടുംബത്തിൽ ഭാഗോടമ്പടി നടക്കുന്നു. അതുവഴി വീട് വയ്ക്കുവാനുള്ള വഴി തുറന്നു കിട്ടുക